ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ, ഇത് എനിക്ക് ഈ വർഷം കിട്ടിയൊരു വിഷുക്കോടിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ ബോർഡർ ഒരു വിഷു ഫീല് മാത്രം കിട്ടുന്നതായിട്ട് തോന്നുന്നു. അപ്പം ഞാനിതൊന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് ഒരു ആലോചനയിലാണ്. എനിക്ക് കൂടുതലും ഡാർക്ക് കളേഴ്സാണ് കംഫർട്ടബിളായിട്ട് തോന്നാറ് എപ്പോഴും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാൺ സിൽക്സിലേക്ക് പോയി. പിന്നെ അവിടെ ഫസ്റ്റ് കണ്ടത് ഈ ഒരു കണിയാണ്, നല്ല ഭംഗിയായിട്ടുള്ളൊരു കണി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഫ് സാരി സെക്ഷനിലോട്ട് പോയി. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല നല്ല എന്താ പറയുക, നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ്, നല്ല ധാവണി ഒക്കെ ഉണ്ടായിരുന്നു. സാരി ആണെങ്കിലും അടിപൊളിയായിരുന്നു. കുറേ സാരിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ പിന്നെ ഈ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വെറൈറ്റി മോഡലായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ബ്ലൂ. അതുപോലെ തന്നെ ഒരു ഗ്രീനും എനിക്കിഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഒരു കളർ ചേഞ്ച്. അപ്പം അത് രണ്ടിലും ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. മീൻസ് ഏത് കളറാണ് എടുക്കേണ്ടതെന്ന് ഒരിതിൽ. അങ്ങനെ ഒന്ന് ഞാൻ ട്രയൽ വെച്ച് നോക്കി. ഇതെനിക്കിഷ്ടപ്പെട്ടു. മീൻസ് നല്ലൊരു കളറാണ്, എൻ്റെ കയ്യിലില്ലാത്തൊരു കളറാണ്. മീൻസ് എനിക്ക് ഗ്രീൻ കുറേ ഉണ്ട്, പക്ഷേ ഈ ഒരു ഗ്രീൻ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ഇതിൽ രണ്ടിലൊന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് പിന്നെ പോയത്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ചോക്കറും കുപ്പിവള, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നെയിൽ പോളിഷ്, ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ചായയും പിന്നെ ഈ കാണുന്ന സ്നാക്സും വാങ്ങിക്കഴിച്ചു. അങ്ങനെ ഒരുവിധം എന്താ പറയുക, മോശമില്ലാത്ത രീതിയിൽ പുറത്തൊക്കെ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ പുറത്തൊക്കെ പോയി. ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ഒക്കെയാണ്. അപ്പം എന്താ പറയുക, നമുക്കൊരു ഫേസ് പാക്കും പ്ലസ് ഒരു സ്ക്രബൊക്കെ ചെയ്ത് ഒന്ന് സെൽഫ് കെയർ ചെയ്യാം. ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലെൻസിങ് ബാമാണ്. അപ്പം അത് പ്ലമ്മിൻ്റെ ആണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ട് പ്ലമ്മിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ കോലം കണ്ടില്ലേ, തീർന്നു, സാധനം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം ഓർഡർ ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞൊരു ഇങ്ങനത്തെ ഒരു സാധനം കൂടെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു കോട്ടൺ പാഡ് എടുക്കുക, എന്നിട്ട് ടൈപ്പ് ചെയ്ത് കളയാം. സിമ്പിളായിട്ടും സാധനം ഈസി ആയിട്ടും വരും. അപ്പം ക്ലെൻസിങ് ബാം യൂസ് ചെയ്തു. ഇനി അടുത്ത് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലെൻസ് ചെയ്ത് കളയാം. അങ്ങനെ ഡബിൾ ക്ലെൻസ് ചെയ്തു. ഇനി സ്ക്രബ് ചെയ്യണം. ഡോക്ടർ റഷ്യയുടെ പപ്പായ ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ഞാനിത് കുറച്ച് തവണ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കവറൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒരു തവണ ഉപയോഗിക്കുന്ന
ഫേസ് ആൻഡ് നെക്കാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ഫേസ് ആൻഡ് നെക്ക് കാണിക്കുന്നില്ല, ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാണ്. സെക്കൻഡ് ഞാൻ എടുത്തത് പാലാണ്. അപ്പോൾ പാല് ഈ ഒരു സ്പൂണിൽ ഒരു 2 സ്പൂണ് മതി. രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോറി. അപ്പോൾ രണ്ടും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, പിന്നെ അലോവേര ജെല്ലും, പിന്നെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അതും ഒരു 2-3 ഡ്രോപ്പ് മാത്രം, കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 ഡ്രോപ്പ് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്തായാലും അലോവേര ജെല്ല് അത്യാവശ്യമാണ്. അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൺസിസ്റ്റൻസി ലൂസാക്കാം. ഇത് വീക്ക്ലി 2 or 3 നമുക്ക് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടും പിന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ബൈ.